നിലമ്പൂർ ഇലക്ഷൻ്റെ വിധിയെഴുത്ത് എന്താണെന്നറിയാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രം മതി. കാരണം പെട്ടി പൊട്ടിക്കാൻ ഇനി കുറച്ച് നേരമേ ഉള്ളൂ. പെട്ടി പൊട്ടിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ വോട്ടിംഗ് മെഷീനാണ്. ആ മെഷീനിലെ കൗണ്ടിങ് തുടങ്ങാനായിട്ട് ഇനി ഒരു രാത്രി ഒന്ന് ഇരുട്ടി വെളുക്കുകയേ വേണ്ടൂ. അപ്പോൾ നിലമ്പൂരിൻ്റെ വിധിയിൽ എല്ലാ മുന്നണികൾക്കും നെഞ്ചെടുപ്പ് കൂടുന്നുണ്ട്, ആകാംക്ഷയെ വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കും? ഒരു ഊഹം. അതായത് അവിടെ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വോട്ടെടുപ്പിന് ശേഷം കേടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്, അത് സീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ VVPAT അടക്കം പരിശോധിച്ചപ്പോൾ അത് അവിടെ സ്വരാജിന് കഴിഞ്ഞ തവണ കൂടുതൽ വോട്ട് കിട്ടിയ ഒരു ബൂത്തായിരുന്നു, അവിടുത്തെ ഒരു പെട്ടിയാണ് അത്. പക്ഷേ അതിനകത്ത് VVPAT അടക്കമുള്ള ഇതെല്ലാം എടുത്തു നോക്കിയപ്പോൾ അതിൽ ഒരു മൃഗീയ ഭൂരിപക്ഷം UDFനാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. അൻവറിന് ഒരു വോട്ട് പോലും അതിൽ ലഭിച്ചില്ല എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. വളരെ കുറച്ച് തുച്ഛമായ വോട്ടുകൾ മാത്രമാണ് സ്വരാജിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡിനൊപ്പം എന്ന രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. എല്ലാവരും UDFനൊപ്പമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ UDFനൊരു വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ലഭിക്കുമെന്നാണ് ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം LDF ഒരു ചരിത്രത്തിലാദ്യമായിട്ടാണ് 1500 ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിക്കും എന്ന് അവകാശപ്പെടുന്നത്. അതായത് CPMനെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ പോലും, അതായത് നമുക്കറിയാം പുതുപ്പള്ളി മണ്ഡലം, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ നിൽക്കുന്ന സമയത്ത് അന്ന് ജയിക്ക് 5000-ന് മുകളിൽ അല്ലെങ്കിൽ 10,000 ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് പറഞ്ഞത്. അത് നമുക്കറിയാം കോട്ടയം പോലൊരു മണ്ഡലത്തിൽ ഇതേവരെ അവിടെ LDF വിജയിച്ചിട്ടില്ലാത്ത അത്ര ശക്തമായ മണ്ഡലത്തിൽ പോലും LDF വിജയം അവകാശപ്പെട്ടത് 5000-ന് മുകളിൽ വോട്ടുകൾ കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ 1500 വോട്ടിന് വിജയിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് LDFൻ്റെ ആ ഒരു വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും വോട്ടെണ്ണലിൻ്റെ ആദ്യ ഫലസൂചനകൾ രാവിലെ 8:30 പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്തെന്ന് നാളെ ഈ സമയമാകുമ്പോൾ നമുക്കറിയാൻ കഴിയും. ആദ്യ സൂചനകൾ രാവിലെ 8:30 ലഭിക്കും. ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആരംഭിക്കുക. ആദ്യം 4 ടേബിളുകളിലായി പോസ്റ്റൽ വോട്ടുകളും ഒരു ടേബിളിൽ സർവീസ് വോട്ടും എണ്ണും. പിന്നാലെ 14 ടേബിളുകളിലായി EVM വോട്ടുകളും ഒരേ സമയം എണ്ണി തുടങ്ങും. നിലവിൽ UDF ഭരിക്കുന്നതും കഴിഞ്ഞ തവണ LDFന് 33 വോട്ടിൻ്റെ നേരിയ ലീഡ് നൽകിയതുമായ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. അപ്പോൾ അത് LDFന് ലീഡ് നൽകിയ ഒരു ബൂത്താണ്. അത് കഴിഞ്ഞിട്ട് കൂടുതൽ ബൂത്തുകളുള്ളതും ഇവിടെയാണ്. കഴിഞ്ഞ തവണ UDFന് വലിയ ലീഡ് നൽകുകയും നിലവിൽ UDF ഭരിക്കുകയും ചെയ്യുന്ന മുത്തേടം പഞ്ചായത്തിലെ ബൂത്തുകൾ പിന്നാലെ എണ്ണും. തുടർന്ന് കരുളായി, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകൾ, നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്തുകൾ എന്ന ക്രമത്തിലും വോട്ടെണ്ണൽ ആരംഭിക്കും. കരുളായി, പോത്തുകല്ല്, അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കഴിഞ്ഞ തവണ LDFനായിരുന്നു ലീഡ്. എടക്കര, ചുങ്കത്തറ പഞ്ചായത്തുകൾ UDFനും, അതേസമയം കരുളായി, എടക്കര, ചുങ്കത്തറ പഞ്ചായത്തുകൾ UDFും, പോത്തുകല്ല്, നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്തുകൾ LDFും ഭരിക്കുന്നവയാണ്. അതുകൊണ്ട് ആദ്യ പഞ്ചായത്തുകളിലെ ലീഡ് നിലയനുസരിച്ച് ട്രെൻഡ് മാറി മറിഞ്ഞേക്കാം. ആദ്യത്തെ ലീഡ് വെച്ചിട്ട് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ മുന്നണി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചതിനാൽ വോട്ടൊഴുക്ക് ഏത് റൂട്ടിലാകുമെന്ന സസ്പെൻസും ഇത്തവണയുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലമ്പൂരിൽ കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ നവംബറിലെ ഉപതെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം UDFനായിരുന്നു ലീഡ്. UDF തുടർച്ചയായി ജയിച്ചിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാക്കിയ വിജയം ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിക്ക് നിലനിർത്താനാവുമോ എന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയുമാകും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താകുമെന്നുള്ളതിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതേസമയം ജയിക്കുമെന്നാണ് എല്ലാവരും ശുഭാപ്തി വിശ്വാസം പറയുന്നത്. പാട്ടും പടക്കവും പായസമൊക്കെ റെഡി, പ്രതീക്ഷിക്കുന്നത് 10,000-ലേറെ ഭൂരിപക്ഷമെന്ന് UDF ക്യാമ്പ് പറയുന്നു. UDF ക്യാമ്പ് ആഘോഷത്തിന് ഒരുങ്ങിയെന്ന് പറഞ്ഞ DCC പ്രസിഡന്റ് VS ജോയി പറഞ്ഞതാണിത്. എല്ലാം റെഡിയായി, അതായത് ഇനി പായസം മാത്രം വെച്ചാൽ മതി. പ്രതീക്ഷയോടെ തന്നെ LDF ക്യാമ്പും നിൽക്കുകയാണ്. മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് LDF പറയുന്നത്. വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്നാണ് NDA ക്യാമ്പിൻ്റെ പ്രതീക്ഷ. BJPയും വോട്ട് വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ഏകോപനം നടത്തിയിരുന്നു. അതുകൂടാതെ തന്നെ അതേസമയം 25,000 വോട്ടിന് താൻ ജയിക്കുമെന്നാണ് PV അൻവർ അവകാശപ്പെടുന്നത്. മുന്നണികൾ പോലും അവകാശപ്പെടാത്ത വലിയ ഭൂരിപക്ഷമാണ് PV അൻവർ
പറയുന്നത്. താൻ ജയിച്ചില്ലെങ്കിൽ പിണറായിസം തോൽക്കണമെന്നും UDF ജയിക്കണമെന്നുള്ള ആഗ്രഹവും അദ്ദേഹം പങ്കുവച്ചു. ഇതോടെ അദ്ദേഹം വീണ്ടും UDFിനോട് അടുക്കുകയാണോ എന്നുള്ള ചർച്ചകളും ഉയരുന്നുണ്ട്. ഏതായാലും മുസ്ലിം ലീഗുമൊക്കെ കനത്ത ടെൻഷനിൽ തന്നെയാണ്. കാരണം ഇതിൻ്റെ വിജയം അനുസരിച്ചായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുക. ലീഗൊക്കെ നന്നായിട്ട് പണിയെടുത്തു. കുഞ്ഞാലി സാഹിബൊക്കെ ഒരുപാട് വീടുകളിൽ തന്നെ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ യുവ നേതാക്കൾ, കോൺഗ്രസിലെ ചാണ്ടി ഉമ്മൻ, വിഷ്ണുനാഥ്, അതോടൊപ്പം തന്നെ ഒരുപാട് യുവ നേതാക്കൾ, ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും, അടൂർ പ്രകാശ് അടക്കം എല്ലാവരും ശക്തമായി തന്നെ പ്രചരണത്തിനുണ്ടായിരുന്നു. VD സതീശൻ അതിശക്തമായി പ്രചരണത്തെ ഏകോപിപ്പിച്ചു. VD സതീശൻ്റെ ഒരു വിജയം എന്ന് തന്നെ ഇതിനെ അവകാശപ്പെടാം. VD സതീശൻ കോൺഗ്രസിൽ ഏറ്റവും വലിയ ശക്തനായി നേതാവായി മാറുന്നു. അതിൻ്റെ ഒരു സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ടൊരു ചിത്രം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അവിടെ ഷൗക്കത്ത് തന്നെ ജയിക്കുകയുള്ളൂ, എം സ്വരാജിന് അവിടെ ഒരു തരത്തിലുമുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ പറഞ്ഞതാണ്, ആദ്യമേ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഈ പറയുന്ന അവലോകനങ്ങളെല്ലാം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ LDF ക്യാമ്പിനകത്തുണ്ടാകുന്ന ഒരു വലിയ മൂകതയുണ്ട്. ആ മൂകതയാണ്, ആ പറയുന്ന നിശബ്ദതയാണ് LDFിൻ്റെ പരാജയത്തിന്, ഇനി അങ്ങോട്ടുള്ള പരാജയത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ആവശ്യമില്ലാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ്, വിളിച്ചു വരുത്തിയ ഉപതെരഞ്ഞെടുപ്പ്, അത് സംഭവിച്ചു കഴിയുമ്പോൾ അതിലൊരു നിർണായകമായ ഒരു ഘടകമുണ്ട്. അതായത് മലപ്പുറത്തിൻ്റെ അടക്കം സ്വഭാവം എങ്ങനെയാണ് ഇനി അങ്ങോട്ട് പ്രതിഫലിക്കുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കേരളത്തിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് നിലമ്പൂരിനെ കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷമില്ല. മുസ്ലിങ്ങൾ ഏതാണ്ട് 40% മുകളിലുണ്ട്. ബാക്കി ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലം അല്ലെങ്കിൽ പൊതു ജനസംഖ്യയുടെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്നത്. ഏതാണ്ട് 30%-നോടടുത്ത് കേരളത്തിലുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾ, ബാക്കി ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും വരുന്ന ഒരു വിഭാഗം. അപ്പോൾ ഭൂരിപക്ഷം കേരളത്തിൽ ഇപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണെങ്കിലും ഒരു മുസ്ലിങ്ങളുടെ കുറച്ച് ഭൂരിപക്ഷ ശകലം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഒരു 40-നോടടുത്ത് ഭൂരിപക്ഷമില്ല. അതുപോലെ തന്നെ ഒരു 10-40% ഹിന്ദുക്കളും ബാക്കി ഒരു 10-15% ഇല്ലെങ്കിൽ ഒരു 35-40-30%, അല്ലെങ്കിൽ 40% ഹിന്ദുക്കളും 20% ക്രിസ്ത്യാനികളും എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം ഈ പറയുന്ന നിലമ്പൂരിൽ കാണാൻ കഴിയും. അപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് ഇതിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ CPM കാണിച്ചറിയാലോ, മെഴുകുതിരി, കുടാവടി, കുട്ടാവട്ടിയൊക്കെയാണ് പാർട്ടി ചിഹ്നം ഉപേക്ഷിച്ച് ആൾക്കാരെ നിർത്തി ജയിപ്പിച്ചെടുക്കാനായിട്ട് തന്നു. അപ്പോൾ അവിടെ വ്യക്തിപ്രഭാവത്തിന് CPM ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഊന്നൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് CPMൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വിള്ളലുകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം മാറ്റിവെച്ച് മറ്റ് ചിഹ്നങ്ങളിൽ CPM എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ, ഭൂരിപക്ഷ സ്ഥലത്തും അങ്ങനെയാണ് കഴിഞ്ഞാണ് മത്സരിച്ചതെന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ CPMൻ്റെ അടിക്കൽ ഇളകിയിട്ടുണ്ട്, അടിത്തറ ഇളകിയിട്ടുണ്ട്. അത് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വ്യക്തമാകും. അതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM എന്ന അല്ലെങ്കിൽ LDF എന്ന് പറയുന്നത് നാമമാത്രമായിട്ട് അവശേഷിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്യും. അവിടെ ഈ LDF പിന്നിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും പിന്നെ വളരുന്ന മറ്റൊരു ശക്തി BJP ആയിരിക്കും. BJP ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകുമെന്നുള്ളതും സംശയമന്യേ പറയാൻ കഴിയുന്ന കാര്യം കൂടിയാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം കുറിക്കാനായിട്ട് നിലമ്പൂരിൽ നാളെ വിധിയെഴുത്ത് നടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.